സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം. ലോകം ശുഭമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും. അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദത്തിൽ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലി ഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ MS AKG സുന്ദരയ്യ സിന്ദാബാദ്. എന്നിട്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ? പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിന് ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചു വരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? യഥാർത്ഥ കഥ എന്ത് എന്ന് പഠിക്കാതെ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ പറയാൻ തോന്നുന്നു എനിക്ക്. ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞു എന്നതുപോലെ ഇതെല്ലാ പ്രസംഗം കേട്ട് ഇനി എന്ത് പ്രസംഗിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ഏതായാലും നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം വേണമെന്ന് ഊന്നിപ്പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക്. സൂപ്പർ ഡിസൈൻ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ സൂപ്പർ ഡിസൈൻ ആദ്യം ഉണ്ടായത് മക്കയിലും മദീനയിലും അല്ല, ഇന്ത്യയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആദ്യത്തെ പിതാവ് ആദമാണ്. അത് ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ആദം എന്ന പേരിൽ തന്നെ പറയുന്നു. ഭാരതീയർ ചിലപ്പോൾ മനു എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ പറയുന്നുണ്ടാവാം. ആ ആദം സ്വർഗത്തിൽ നിന്ന് വന്നു അതല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏടൻ തോട്ടത്തിൽ നിന്ന് വന്നോ, ആ തർക്കം അവിടെ ഇരിക്കട്ടെ. ആദം വന്നത് ഇവിടെ ശിലോണിലാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ശീസ് എന്ന പേരിലാണ് സേതു എന്ന പേര് തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത്. സേതു ബന്ധനം. പഴയ മേപ്പെടുത്ത് നോക്കിയാൽ കാണാം ബ്രിഡ്ജ് ഓഫ് ആദം. സേതുബന്ധനത്തിൻ്റെ എഴുതിയിട്ട് കാണും ആദമിൻ്റെ പാലം. ഇത് ഞാൻ പറഞ്ഞ ചരിത്ര വസ്തുത അംഗീകൃതമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ആദമാണ് ഇവിടെ വന്നത്. അത് ഇവിടെ വരാൻ കാരണം കരയെല്ലാം ഒന്നിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ആർക്കിയോളജി വകുപ്പിൻ്റെ നിഗമനം. പിന്നീടാണ് ഇതൊക്കെ വൻകരകളായി തിരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തെക്കേ തലക്കൽ, ആശ്രയിലൊരു കഷ്ണമാണ് പോയതാണ്, തെക്കേ തലക്കൽ വന്നു. ലോകം മുഴുവൻ 40 ഹജ്ജ് കാൽനടയായി ഇന്ത്യയിൽ നിന്ന് ചെയ്തു ആദം എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ഈ 40 കൊല്ലം ഇവിടെ താമസിച്ച ആദമിന് ഇവിടുത്തെ സിറ്റിസൺ അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇവിടുത്തെ തരാം. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ഈ രാജ്യക്കാരനാണ്, മനസ്സിലായോ? അങ്ങനെയുള്ള അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. ലോകത്തറിയപ്പെടുന്ന ജനതകളൊക്കെ തന്നെ ഏകദൈവ വിശ്വാസിയാണ്. ഞാൻ വാഗ്ഭട സാഹിത്യങ്ങൾ ധാരാളം വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് വാഗ്ഭട ഗുരുവിനെ, നമ്മുടെ സുകുമാർ അഴീക്കോടിൻ്റെ ഗുരുനാഥൻ വലിയ ഇഷ്ടമാണ്. അതേപോലെയുള്ള ആൾക്കാരെ നാരായണ ഗുരുവിന് ഇഷ്ടമാണ്. അതേപോലെയുള്ള ആൾക്കാരൊക്കെ വലിയ ഇഷ്ടമാണ്. അവരുടെ സാഹിത്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാറുമുണ്ട്. അദ്ദേഹം അതിലോടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു, ശിവൻ, പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിൻ്റെ പേരാണത്. സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദൈവത്തിൻ്റെ പേരാണ്. മുസ്ലിങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. ഹൈന്ദവർ ഇവിടെ സഹസ്രനാമം ചെല്ലാറുണ്ട് സന്ധ്യാനേരത്ത്, ഗോവിന്ദായ നമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്. മറ്റൊരു മുസ്ലിങ്ങൾ അവരുടെ പേരിൽ പറയുന്നു. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പേരുകളാണ്. ആ ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ചരിത്രം തെളിവ് ബുദ്ധിയാണ് ഒന്നാമത്തത്. ഇവിടെ ഇന്നൊരു സമ്മേളനം നടന്നു, നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്തൊരാൾ പറഞ്ഞു, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കണ്ട ലോകമൊക്കെ കണ്ടിട്ട് ദൈവം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരം അതാണ് പ്രകൃതിവാദം. ദൈവമുണ്ട് എന്നുള്ളതാണ് ഈ ഓരോ അണുക്കളും നമ്മളോട് വിളിച്ചു പറയുന്നത്. എന്നൊരണു എന്താണെന്ന് നമുക്കറിയാമോ? അതോട്ട് അറിഞ്ഞും കൂടാ. ദൈവഗണം പരിശോധിക്കുകയാണല്ലോ നമ്മളിപ്പോഴും. എന്താ ദൈവഗണം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരടിസ്ഥാന ഘടകം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന് പോലും അറിയാത്ത
അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ തുച്ഛമായ അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അങ്ങനത്തെ നമ്മൾ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ജീവിച്ച ഈ ഭാരതം ലോകത്തിന് എല്ലാത്തിനും മാതൃകയാണ്. അവസാന നബി മുഹമ്മദ് നബിയാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് ആദ്യത്തെ മുസ്ലിമിൻ്റെ മാതൃകയും മുഹമ്മദ് നബിയാണ്, ആദ്യത്തെ സത്യനിഷേധിയുടെ മാതൃകയും ഖുറൈശിയാണെന്നാണ്. അത് അപ്പോൾ ഒരു സംശയം തോന്നും, മക്കയിലാണ് മാത്രമാണോ ആദ്യം തന്നെ സത്യനിഷേധം ഉണ്ടായി, ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? ഉണ്ടായില്ല. മക്കയിൽ സത്യനിഷേധമുള്ള സമയത്ത് ഇവിടെ സത്യനിഷേധമില്ല. എന്തുകൊണ്ട്? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിർ എന്നാ. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. മൂസാ നബി തങ്ങളവറുകൾ ഓതിയ ആയത്തിൻ്റെ അതിൽ തന്നെയുണ്ട്. മുൻകഴിഞ്ഞ കൂട്ടരെപ്പറ്റി എന്താണ് മോശെ നിൻ്റെ അഭിപ്രായം എന്ന് ഫറോവ ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ നാഥൻ്റെ റെക്കോർഡിലുണ്ട് എന്നാണ് മറുപടി പറഞ്ഞത്. അല്ലാതെ അവരൊക്കെ വിശ്വാസികളാണെന്നല്ല പറഞ്ഞത്. ഈ ഭാരതത്തിൽ ആദ്യം മുതലുള്ള ജനങ്ങളൊക്കെ അത് ദൈവ വിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികളാണ്. അവരുടെ ചിന്ത നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: പരോപകാര പുണ്യായ പാപായ പരപീഡനം. എല്ലാവർക്കും സഹായം സഹകരണം ചെയ്യുന്നതാണ് പുണ്യം. പരന് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നത് അതാണ് മഹാപാപം. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, മുഹമ്മദ് നബിയും പറഞ്ഞത് അത് തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ, രണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിലെ നേതാവ് ഒരു ഖുറൈശിയായിരിക്കണം എന്നാണ്. മുസ്ലിംമാരും ഒക്കെ ഉണ്ട് ഇവിടെ, ഞാനും